കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതുപോലെ വെക്കേഷനായിട്ട് ഞാൻ USA വന്നതാണ്. ഒരു താല്പര്യമില്ലാതെയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ഇതൊരു ഷോ ആണ്, വാക്ക് പാലിക്കണം എന്ന് ഓർത്തതുകൊണ്ട് മാത്രം ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നതാണ്. ഇങ്ങനെയാണ് ലാലേട്ടൻ ഈ ഒരു എപ്പിസോഡ് തന്നെ തുടങ്ങുന്നത് കേട്ടോ. ലാലേട്ടൻ ഇത്രയും പച്ചയ്ക്ക് സത്യങ്ങൾ വിളിച്ചു പറയുന്നത് തീരെ പ്രതീക്ഷിച്ചില്ല. ഒരു വെക്കേഷനായിട്ട് പോയിരിക്കുമ്പോൾ പോലും ഇതൊക്കെ ജോലിയുടെ ഭാഗമായിട്ട് ചെയ്യേണ്ടി വരുന്നതിന്റെ ഒരു ഗതികേട് ലാലേട്ടൻ ആദ്യം തന്നെ കാണിക്കുന്നത്. എന്നിട്ട് പിന്നെ അനിമോളെ ടാർഗറ്റ് ചെയ്തുള്ള ചോദ്യങ്ങളാണ്. സാധാരണ ആണുങ്ങൾ തമ്മിലാണ് ഉന്തും തള്ളും ഇഷ്യൂസും ഒക്കെ നടക്കുന്നത്. ഇത്തവണ സ്ത്രീകൾ തമ്മിലാണ് എന്ന് ലാലേട്ടൻ എടുത്ത് പറയുന്നുണ്ട്. അനിമോള് ജിസേലിന്റെ ആ ഒരു ചുണ്ടിൽ പിടിച്ച കേസ് ചോദ്യം ചെയ്യുന്നുണ്ട്. പിന്നെ ഗ്രൂപ്പിസത്തെ ലാലേട്ടൻ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. ബിഗ് ബോസിനകത്ത് സുഹൃത്ത് ബന്ധങ്ങളും ഗ്രൂപ്പുകളും പാടില്ല എന്ന് പറയാൻ പറ്റുമോ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അനിമോളുടെ അടുത്ത്. എനിക്കും അതത്ര വലിയൊരു ആന പ്രശ്നമായിട്ട് തോന്നുന്നില്ല. അനിമോൾ വലിയ കണ്ടെത്തൽ നടത്തിയായിട്ടും തോന്നുന്നില്ല. എല്ലാ സീസണിലും ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ നമുക്കിത് എവിടെയാണ് ഒരു പ്രശ്നമായിട്ട് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്രൂപ്പായിട്ട് നിന്ന് ഒരാളെ ബുള്ളി ചെയ്യുന്നു അല്ലെങ്കിൽ ആക്രമിക്കുന്നു എന്ന് തോന്നുന്ന ഒരു സ്ഥലത്താണ് ഇതൊക്കെ ഒരു ഇഷ്യൂ ആയിട്ട് തോന്നുന്നത്. സമൂഹത്തിന്റെ പ്രതിഫലനം തന്നെയാണല്ലോ ബിഗ് ബോസ് എന്ന ഷോ. പിന്നെ ടാർഗറ്റ് ചെയ്ത് ആക്രമിക്കാൻ ശ്രമിക്കും, അതിനെയൊക്കെ അതിജീവിക്കുക എന്നുള്ളതാണ് ഈ ഷോ എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അനിമോൾക്ക്. എന്നാലും ഇന്ന് അനിമോൾ റോസ്റ്റ് ആയിരുന്നു ഇവിടെ. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ എപ്പിസോഡ് തുടങ്ങിയപ്പോൾ മുതൽ അനിമോൾ ആയിരുന്നു ചർച്ചാ വിഷയം. ജിസേലിനെ ഒന്ന് തൊട്ട് തലോടി വിടുന്നതായിട്ടാണ് തോന്നിയത്. ഇത് തെറ്റിദ്ധരിപ്പിക്കലാണ് ഒരു രീതിയിൽ, അകത്തുള്ളവരെ കൊണ്ട് മിസ്ഇന്റർപ്രറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു ഗെയിമാണ്. പിന്നെ ഇത് അനിമോളും ജിസേലും ലാലേട്ടൻ നല്ല മുട്ടം പണി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടുപേർക്കും ഈക്വൽ രീതിയിൽ തന്നെയാണ് പണി കൊടുത്തിരിക്കുന്നത്. ഒരാഴ്ച 2 മണിക്കൂർ വെച്ച് ജയിലിൽ കിടക്കണമെന്നും പിന്നെ ജിസേലിന്റെ ബാഡ്ജ് വെച്ച് അനിമോളുടെ ബാഡ്ജ് വെച്ച് ജിസേലും നടക്കണം. ഇത് മാത്രമല്ല, ഡയറക്റ്റ് നോമിനേഷനിലേക്ക് ഇവരെ രണ്ടുപേരെയും വിടുന്നതായിരിക്കും. ഇതാണ് ജിസേലിനും അനിമോൾക്കും ബിഗ് ബോസ് കൊടുത്ത നല്ല മുട്ടൻ പണി. 3 പണികളാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ എപ്പിസോഡിൽ ലാലേട്ടൻ പറയുന്ന ഒരു കാര്യമുണ്ടായി. 24/7 ലൈവ് കാണുന്ന സമയത്ത് രാവിലെ എണീക്കുമ്പോൾ തൊട്ട് രാത്രി ഉറങ്ങുന്നവരെ വഴക്കാണ് എന്ന്. അല്ല, പിന്നെ കറക്റ്റ് കാര്യമല്ലേ ആ പറഞ്ഞത്. ലൈവ് കാണുന്നവരുണ്ടെങ്കിൽ അത് അവർക്ക് യോജിക്കാനായിട്ട് സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പറഞ്ഞത് കറക്റ്റാണ്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.